കാലടി സർവകലാശാലയിലെ സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് നൽകിയ വ്യാജ പരാതിയിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സമരം നടന്ന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് VC പരാതി നൽകിയത്. കാലടി സർവകലാശാലയിൽ പ്രതിഷേധ സമരം നടന്ന 3 ദിവസം കഴിഞ്ഞ വൈസ് ചാൻസലർ സിസ തോമസ് നൽകിയ വ്യാജ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തത്. മെബിൻ ജോസ്, യദുകൃഷ്ണൻ, ബേസിൽ, വിജീഷ് എന്നീ വിദ്യാർത്ഥികളെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റും ചെയ്തു. പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ റിമാൻഡിലാണ്. ഗസ്റ്റ് അധ്യാപക നിയമനം പൂർത്തിയാക്കുക, സമയബന്ധിതമായി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 1 മാസത്തോളമായി SFI സമരത്തിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് VCയെ തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ആദ്യ FIRൽ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത്. എന്നാൽ 3 ദിവസത്തിനു ശേഷം സമരക്കാർ തന്നെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഔദ്യോഗിക വാഹനം തകർത്തു എന്നും സിസ തോമസ് പരാതി നൽകി. CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുള്ള ദൃശ്യങ്ങളും മാധ്യമ ദൃശ്യങ്ങളും പരിശോധിച്ചാൽ പരാതി വ്യാജമാണെന്ന് തെളിയുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശാരീരികമായി പരിക്കേറ്റതായി പറയുന്ന VC ആശുപത്രിയിൽ ചികിത്സ തേടുകയോ വൈദ്യപരിശോധന നടത്തുകയോ ചെയ്തിട്ടില്ല. ഗവർണർ DGPയോട് നേരിട്ട് ആവശ്യപ്പെട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുപ്പിച്ചത് എന്നും സൂചനയുണ്ട്. ഇതിനിടെ നാടക വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ VCയുടെ ശവസംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു എന്ന് സംഘപരിവാർ അനുകൂലിയായ PRO മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിച്ചു. VCയുടെ വ്യാജ പരാതിക്ക് UDF സർക്കാരും കൂട്ടുനിൽക്കുകയാണ്. വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിൽ CPIM ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അടിച്ചമർത്തുന്ന നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി S. സതീഷ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.